ആ വിധം പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു എങ്കിൽ ഈ സംഘടനയുടെ ആവിർഭാവത്തോടു കൂടി അതിനൊരൊറ്റ മാറ്റം വന്നുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കരുത്തുറ്റ ഒരു തൊഴിൽ വിഭാഗമാണെന്നും അതിന്റെ കരുത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ ചലനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്ന സേവനം എത്രത്തോളം മഹത്താണെന്ന ബോധ്യത്തിലേക്ക് എത്തിക്കുവാനും ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നാം ആർജിക്കുന്ന അറിവുകൾ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമ്മുടെ അറിവുകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് സംഘടന നടത്തുന്ന ക്ലാസുകളിലും മറ്റും പങ്കെടുത്ത് വരാൻ പോകുന്ന സാഹചര്യത്തിൽ വരുന്ന മാറ്റത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ അറിവുകൾ നമുക്ക് പൊതുസമൂഹത്തിനും ഒപ്പം നമ്മുടെ തൊഴിൽ മേഖലയ്ക്കും ഏറ്റവും പ്രയോജനകരമാകുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ നിലനിർത്താൻ കഴിയും എന്ന വളരെ വിശാലമായ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘടനാ സംവിധാനത്തിൽ നാം നിൽക്കുന്ന തൊഴിലിൽ 85 ഒരു സംഘടനാ സംവിധാനം രൂപപ്പെടുമ്പോൾ അന്ന് നമ്മളെ കൂട്ടായ്മയുടെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ തുടർന്ന് വന്ന ഓരോ പതിറ്റാണ്ടുകളും ഈ മേഖലയ്ക്ക് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ സഞ്ചരിക്കണം ആ ബോധ്യത്തിലേക്കാണ് നമ്മുടെ ഓരോ പ്രവർത്തനത്തിൽ ഓരോ ചുവടുവെപ്പും നമ്മൾ നടത്തിയിട്ടുള്ളത്. 2011 ആസ്ഥാന മന്ദിര നിർമ്മാണം നടത്തുമ്പോൾ അന്ന് അതിനു വേണ്ടിയിട്ട് സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ സമീപിച്ചപ്പോൾ നാം പറഞ്ഞ കാര്യവും ഏറ്റവും ഉദാത്തമായ ഒരു ട്രെയിനിങ് സെന്ററും അതിന് നമുക്ക് വരാൻ പോകുന്ന തൊഴിൽ മാറ്റങ്ങളെ പറ്റി പഠിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനം നമ്മുടെ ഈ ആസ്ഥാന മന്ദിരം കൊണ്ട് ഉണ്ടാകണം. അതായത് കുറച്ച് കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിച്ചു വെക്കുന്നതിലല്ല കാര്യം. അത് അക്ഷരപ്രതി നമുക്ക് പാലിച്ചുകൊണ്ട് ഇന്നും ഒരു വർഷത്തിൽ കുറഞ്ഞത് 5000-ൽ കുറയാത്ത ആൾക്കാർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് അവരുടെ തൊഴിൽ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നു. അപ്പോഴും ഗണ്യമായ ഒരു വിഭാഗം ഇത് എത്രത്തോളം ആവശ്യകത ബോധ്യപ്പെടാതെ ഇനിയും യാതൊരു ട്രെയിനിങ്ങുകളിലും പങ്കെടുക്കാതെ ഞാൻ പഠിച്ച തൊഴിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പോകും, ഞാൻ ഇങ്ങനെ പോകും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. സംഘടന രൂപീകൃതമായപ്പോൾ അതിന്റെ വഴിയിൽ പ്രധാനമായി പറഞ്ഞ 2 പോയിന്റുകൾ നമ്മുടെ തൊഴിൽപരമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ സംഘടന നിലനിൽക്കും, നമ്മുടെ ആരോഗ്യപരമായ സംരക്ഷണത്തിന് ഈ സംഘടന നിലനിൽക്കും. ഈ 2 വ്യത്യസ്ത കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു പോയപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യ 25 വർഷം സംഘടന രൂപീകൃതമാകുന്നതിലും അതിലൂടെ നമ്മുടെ തൊഴിൽ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തെങ്കിൽ കഴിഞ്ഞ 16 വർഷം നമ്മൾ അതിന് പാരലായിട്ട് സമാന്തരമായി തന്നെ എങ്ങനെ കുടുംബ സംരക്ഷണം നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ലിജു സൂചിപ്പിച്ചതുപോലെ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനൊക്കെ വന്നിരിക്കുമ്പോൾ വളരെ ഭംഗിയായി വേഷം ധരിച്ച് വളരെ മനോഹരമായ ചീരി ഒരുക്കിയ മുടിയും സുന്ദരമായ പൗഡറിട്ട് ഒരുക്കിയൊക്കെ നമ്മൾ പുറത്തേക്ക് കാണും. പൊതു വേദികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ മനസ്സിന്റെ വേദന, കുടുംബത്തിന്റെ സാഹചര്യം നമുക്കിവിടെ പ്രകടിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. പല സന്ദർഭത്തിലും നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളോട് വളരെ ഭംഗിയായി ചിരിച്ച് കളിച്ച് സംസാരിച്ച് സന്തോഷപൂർവ്വം തമാശകൾ പറഞ്ഞു പോകുന്ന ആളിന്റെ വീട്ടിലും ആ വീടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സാഹചര്യത്തെ പറ്റി നമുക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് ഈ വ്യക്തി ആരാണ് എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. നമുക്കറിയാം, ഒരു 1.5 വർഷം മുമ്പ് താനൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ് മരണപ്പെട്ടു. എപ്പോഴും മലപ്പുറത്തെ പരിപാടികളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ചിരിച്ച മുഖമായി പ്രസന്നവദനായി നമ്മളെ സ്വീകരിക്കുന്ന, നമ്മളോട് സംസാരിക്കുന്ന, ഓടി വന്ന് കൈതരുന്ന താനൂർ യൂണിറ്റ് പ്രസിഡന്റിന്റെ കുടുംബ സാഹചര്യം ജില്ലാ ഭാരവാഹികളോ അല്ലെങ്കിൽ യൂണിറ്റിന്റെ ഭാരവാഹികളോ അടുത്തറിയുന്നത് രാവിലെ ഒരു ദിവസം രാവിലെ വന്ന് വർക്ക്ഷോപ്പ് തുറന്നു, ഒരു നെഞ്ചുവേദനയെ തുറന്നു വന്നു, വഴുതി വീണു.
എടുത്ത് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മണിക്കൂറുകളോട് അദ്ദേഹം മരണപ്പെട്ടു പോയി. ആ സമയത്താണ് നമ്മുടെ ഭാരവാഹികളെല്ലാം അവിടെ എത്തി ഈ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുകയും ആ വീടിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരവിടെ ചെന്ന് എന്താ ചെയ്യേണ്ടത്, ബോഡി എത്തുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യണം, അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് അവിടുത്തെ കുടുംബ സാഹചര്യം മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ബോഡി മറവ് ചെയ്തതിനു ശേഷം അവിടെ കൂടി അനുശോചന യോഗത്തിൽ അവർ തീരുമാനിച്ചത് നമ്മൾ ഇവിടെ നിന്ന് കൈ പൊടിതട്ടി തിരിച്ചു പോയാൽ പോരാ, ഈ കുടുംബ സംരക്ഷണത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും. ആ ആലോചനയുടെ ഭാഗമായി 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് അതിന്റെ താക്കോൽ ദാനം നിർവഹിപ്പിക്കാൻ വേണ്ടി പറ്റി. സൂചിപ്പിച്ചത് ഈ പോലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കും. നമ്മള് സംഘടന എന്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. 16 വർഷത്തിന് മുമ്പ് വരെ ഈ രൂപത്തിലൊരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ കുടുംബത്തിന്റെ സാഹചര്യം കണ്ട് പോക്കറ്റിൽ നിന്ന് 50, 100, 500 എടുത്ത് പിരിവെടുത്തുകൊണ്ട് ആ സമാധാനത്തിന് ആവശ്യമായ സംവിധാനം ചെയ്ത് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ മുൻ സംസ്ഥാന ഭാരവാഹികൾക്ക് അതിനെന്തു മാറ്റം വരുത്താൻ കഴിയുമെന്ന ചിന്തയിലാണ് 2009 നമ്മുടെ ബൈലോ സമഗ്രമായി മാറ്റിക്കൊണ്ട് ഒരംഗം മരണപ്പെട്ടു പോയാൽ 10,000 രൂപയുടെ സഹായം എത്തിച്ചു കൊടുക്കണം സംഘടനാപരമായി. അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചർച്ച ചെയ്തപ്പോൾ ഭൂരിപക്ഷ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു അപ്രായോഗികമായ കാര്യമാണ്. കേരള സംസ്ഥാനത്ത് ഇത്രയധികം വർക്ക്ഷോപ്പ് തൊഴിലാളികളല്ല വർക്ക്ഷോപ്പുകാരുണ്ട്. അവരൊക്കെ മരണപ്പെടുമ്പോഴും 10,000 രൂപ എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും? ഏറ്റവും ഒരു വളരെ തീരുമാനമാണ്, അതിൽ കൂട്ടുനിൽക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അന്ന് സംസ്ഥാന നേതൃത്വം വളരെ ആർജവത്തോടുകൂടി ആ എടുത്ത തീരുമാനം നിങ്ങൾ വാർഷിക മാസവരിയായി ഇപ്പോൾ കൊടുക്കുന്ന കാശൊന്ന് വാർഷിക വരിസംഖ്യയായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഒരു വർഷത്തിൽ നിശ്ചിത സംഖ്യ അടച്ചാൽ ആ കുടുംബത്തേക്ക് ഒരു 10,000 രൂപ എത്തിച്ചു കൊടുക്കുന്നതിന് നമുക്ക് കഴിയും. ആ ആർജവത്തോടു കൂടിയാണ് 2009 ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ഒരു ചികിത്സാ സഹായം ആവശ്യം വന്നാൽ ഒരു 10,000 രൂപ ആ കുടുംബത്തിന് കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ അപകട മരണം ഉണ്ടായാൽ 1,00,000 രൂപ ആ കുടുംബത്തേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരു പക്ഷേ 16 വർഷത്തിന് മുമ്പ് 2009 ചിന്തിക്കുമ്പോൾ അതൊരു വലിയ സംഖ്യ. പക്ഷെ ആ പദ്ധതി നമുക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് 16ാമത് വർഷത്തിൽ കഴിയുമ്പോൾ ഈ 10,000 എന്നുള്ളതിനെ നമുക്ക് 100 കൊണ്ട് കുളിക്കാൻ പറ്റുന്നു. ഒരു സാധാരണ കുടുംബത്തിലേക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ചെക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ വരാൻ പോകുന്ന വലിയൊരു ആൾക്കാർക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു സഹായം എന്നെ സംബന്ധിച്ചിടത്തോളം 15ാമത്തെ മരണമാണ് ഇന്നലെ താമരശ്ശേരിയിൽ ഉണ്ടായത്. വെറും 40 ദിവസം കൊണ്ട് 1,50,00,000 രൂപയുടെ സഹായം നമ്മുടെ അംഗങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. ഇതിൽ നമ്മുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ വെറും 50 രൂപയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലോട്ടറിക്കാരൻ വന്നാൽ നമ്മൾ കാണുമ്പോൾ ഒരു ലോട്ടറി എടുക്കണമെങ്കിൽ എനിക്ക് 60-70 രൂപയാണ്. അത് ചുമ്മാ ദിവസം വലിച്ചു കളയാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഒരു 50 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു 50 രൂപ കൊണ്ട് ഒരു കുടുംബത്തിലേക്ക് ഒരു 10 ലക്ഷം രൂപയുടെ സഹായം കിട്ടുന്നു. ഞാൻ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം, ഇത്രയും ചെക്കുകൾ വിതരണം കൊടുത്തു. അതിലൊരു 7 ചെക്ക് കൊടുത്ത കുടുംബത്തിലും ഈ 10 ലക്ഷം രൂപ ഏറ്റവും അനിവാര്യം. 11 ചെക്കാണ് ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്നത്. 15 മരണമായി 11 ചെക്ക് കൊടുത്തു. ഈ 11 ചെക്ക് പല വീടുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ ആ കുടുംബത്തിന് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. ഭൂരിപക്ഷ കുടുംബങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങൾ എല്ലാവരും ചേരണം. കൃത്യമായി നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ചേർന്നാൽ മതി. ഒരു നിർബന്ധം നമുക്കില്ല. ഈ വർഷം ജില്ലാ ഭാരവാഹികൾക്കും യൂണിറ്റ് ഭാരവാഹികൾക്കുള്ള റിക്വസ്റ്റ്, കഴിഞ്ഞ 40 വർഷക്കാലമായി ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. അവർക്ക് സഹായകരമാകുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും നമുക്ക് പങ്കാളികളാകാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ കുടുംബ ഭദ്രതയ്ക്ക് ആവശ്യമായ പദ്ധതികൾക്ക് രൂപം കൊടുക്കാനും
അത് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 40 വർഷത്തിനിപ്പുറം ഈ വർഷം ഒരു പുതിയ മാറ്റങ്ങൾ വന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അംഗത്വം പുതുക്കുന്നതിനും പുതിയത് എടുക്കുന്നതിനും ഡിജിറ്റലായിട്ട് എടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കി തന്നു. ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി അംഗത്വം പുതുക്കുന്നവരും ഈ മേഖലയിൽ പ്രവർത്തിച്ചു പോകുന്ന ഓരോ തൊഴിൽ വിഭാഗങ്ങളെയും സംഘടിപ്പിച്ചു നിൽക്കുന്ന ഈ സംഘടനയെ വിശ്വാസത്തിലെടുക്കുന്നവർ സ്വയം പുതുക്കുന്നതിനും സ്വയം മെമ്പർഷിപ്പ് എടുക്കുന്നതിനും തയ്യാറായി വരിക. 16 പ്രാവശ്യം യൂണിറ്റ് ഭാരവാഹികൾ സമീപിക്കുമ്പോൾ ഇത് അവർക്കെന്തോ പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനമാണെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ മെമ്പർമാർക്ക് പലർക്കുണ്ട്. അവൻ യൂണിറ്റ് ഭാരവാഹിയല്ല, അവൻ വീട്ടിലേക്ക് വരട്ടെ, അവൻ 2 പ്രാവശ്യം ചോദിച്ചോളൂ, ഞാൻ അടുത്ത പ്രാവശ്യം വരട്ടെ. ഈ ഒരു ചിന്ത ഇനി നമുക്ക് വേണ്ട. ഈ വർഷം ഈ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായി നിങ്ങളിലേക്ക് പറഞ്ഞു,